ഇതാണ് OnePlusന്റെ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള OnePlus Nord CE4. ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ നമ്മൾ ആൾറെഡി നേരത്തെ ചെയ്തിരുന്നു. പലരും കണ്ടുകാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ. അതുകൊണ്ട് തന്നെ കാണാൻ അതിമനോഹരമായിട്ടുള്ള ഒരു ഫോണാണ് OnePlusന്റെ Nord CE4. എൻ്റെ ഇടത് കയ്യിലിരിക്കുന്ന OnePlus Nord CE4ന്റെ മുൻഗാമിയായിട്ടുള്ള OnePlus Nord CE3 ആണ്. ഈ ഒരു Nord CE3 വരെയുള്ള ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഡിസൈൻ ലാംഗ്വേജുമായിട്ടാണ് ഇത്തവണ OnePlus Nord CE4 വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഇത്തരത്തിൽ OnePlus Nord ഫോണുകളിൽ ഇത്തരത്തിലൊരു റൗണ്ട് ലൈറ്റ് ആയിട്ടാണ് ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നോഡ് CE3യിൽ നിന്ന് കാണാൻ കുറച്ചുകൂടി ഗുഡ് ലുക്കിംഗ് ആയിട്ടാണ് നോഡ് CE4നെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കളറൊക്കെ നോക്കി ഒരു ക്ലൗഡി ഫീല് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ബാക്ക് എന്ന് പറയുന്നത് പോളി കാർബണേറ്റ് ആണ്, ഗ്ലാസ് ബോഡി അല്ല. അതുപോലെ ഈ ഒരു ഫ്രെയിമും മെറ്റാലിക് ഫ്രെയിമൊന്നും അല്ല, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. താഴെ സ്പീക്കർ ഗ്രില്ലുണ്ട്, അതുപോലെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ്, മൈക്രോഫോൺ, സിം ട്രേ. ഇട സൈഡിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. മുകളിലായിട്ട് ഇത്തരത്തിൽ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്പീക്കർ ഔട്ട് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, വോളിയം റോക്കേഴ്സും പവർ ബട്ടണും വലത് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത്. ഒരേ സമയം 2 നാനോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡും 1 നാനോ സിം കാർഡും. കാര്യമായിട്ടുള്ള വെയിറ്റ് ഒന്നുമില്ല, 186 ഗ്രാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ്. ഇൻ ഹാൻഡ് ഫീൽ ഒക്കെ അടിപൊളിയാണ്, ബിൽഡ് ക്വാളിറ്റിയിലൊന്നും തരക്കേടില്ല. ഈ ഒരു ഭാഗത്തായിട്ട് ഇത്തരത്തിൽ 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ റൗണ്ട് റിംഗ് ഫ്ലാഷ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. OnePlusന്റെ ലോഗോയും കാണാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഏകദേശം സ്റ്റാൻഡേർഡായി മാറിക്കഴിഞ്ഞാൽ ഇത്തരത്തിലെ ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇത് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. ഇവിടെ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് ഈ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെസലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ തിൻ ആയിട്ടുള്ള ഒരു ബെസലാണ് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റും കൊടുത്തിരിക്കുന്നത്. ഞാൻ ഷൂട്ടിന്റെ ആവശ്യമായിട്ട് ബ്രൈറ്റ്നസ് വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 2160 ഹെർട്സിന്റെ PWM ഡിമ്മിങ് ഈ ഒരു ഫോണിനും ഉണ്ട്. അതായത് നമ്മൾ ലോ ലൈറ്റിൽ, ഇപ്പോൾ രാത്രി റൂമിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറച്ച് വെച്ച് നമ്മൾ ഈ ഫോൺ കണ്ടാൽ പോലും ആ സമയത്തുള്ള ഇതിന്റെ ഫ്ലിക്കറിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന് വലിയ ആയാസം വരുത്തുന്നില്ല. മാത്രമല്ല 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തിടെ OnePlus 12 എന്ന OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ അവതരിപ്പിച്ച അക്വാ ടച്ച് ടെക്നോളജി ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ മഴയൊക്കെ നനഞ്ഞ് ഈ ഡിസ്പ്ലേയുടെ പുറത്ത് അല്പം വെള്ളത്തുള്ളി ഇരുന്നാലോ അല്ലെങ്കിൽ നമ്മുടെ വിരലുകളിൽ വെള്ളത്തുള്ളി ഉണ്ടെങ്കിലോ നമുക്ക് ഈ ഒരു ഫോൺ ആ ഈർപ്പത്തിൽ പോലും ഇതിന്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു അക്വാ ടച്ച് ടെക്നോളജിയുടെ ഗുണം. അത് ഈ ഒരു ഫോണിലും ഈ പ്രൈസ് റേഞ്ചിലും OnePlus കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും വലിയ കാര്യം. ഈ ഒരു ഫോണിനകത്ത് OnePlusന്റെ മുൻകാല ഫോണുകളിൽ ഇല്ലാത്ത ഒരു കുറവ് വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം, അത് അവസാനം പറയാം. അടിപൊളി സൗണ്ട് ക്വാളിറ്റി. നിങ്ങളിപ്പോൾ കേട്ടപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഫീൽ ചെയ്തോന്നും എനിക്കറിയില്ല. പക്ഷേ മനോഹരമായിട്ടുള്ളൊരു സ്റ്റീരിയോ സെപ്പറേഷനും നല്ല സൗണ്ടും നല്ല ക്വാളിറ്റി ഉള്ള ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഹൈ റെസ് ഓഡിയോ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി സൗണ്ട്, അത് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി, ബെറ്റർ സൗണ്ടാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസും അടിപൊളിയാണ്. സിനിമയൊക്കെ കാണുന്നതിന് അടിപൊളിയാണ് ഈ ഒരു ഡിസ്പ്ലേ. സൗണ്ടും ഡിസ്പ്ലേയും കൂടി ചേരുമ്പോൾ ഒരു നല്ല ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നു. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ OnePlus 12R OnePlus ആദ്യമായിട്ട് 5500 mAh കപ്പാസിറ്റി ഉള്ള ബാറ്ററി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇവിടെയും ആ സെയിം ബാറ്ററിയാണ്, 5500 mAhന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും വലിയൊരു ബാറ്ററി കൊടുത്തിട്ടും ഫോണിന് OnePlus 12R പോലെ തന്നെ വെയിറ്റ് ഓവർ ആയിട്ടില്ല, തിക്നെസ് കൂടിയിട്ടില്ല, ഒന്നുമില്ല. മാത്രമല്ല ഈ ഒരു വെയിറ്റ് കുറച്ച് നിർത്തുന്നതിന് വേണ്ടി ഇവിടെയും OnePlus 12Rലേതുപോലെ തന്നെ ഡുവൽ സെൽ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 5500 mAh കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല ഈ പ്രൈസ് പോയിന്റിൽ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Snapdragon 7 Gen 3 എന്ന് പറയുന്ന ഒരു പുതിയ പ്രോസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇനി മോട്ടറോളയുടെ ഒരു പുതിയ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്, അതുമൊക്കെ ഈ ഒരു 7 Gen 3യിലാണ് പ്രോസസർ വരുന്നത്. എന്തായാലും ഈ ഒരു 7 Gen 3 എന്ന് പറയുന്ന പ്രോസസറിന്റെ ഒരു AnTuTu സ്കോർ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 8.5 ലക്ഷത്തിന് അടുത്തുള്ള ഒരു AnTuTu സ്കോറാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം പെർഫോമൻസ്. ഇന്ന് ലഭ്യമായിട്ടുള്ള Snapdragon 8 Gen 3 എന്ന് പറയുന്ന ടോപ്പ് പ്രോസറൊക്കെ 21 ലക്ഷം AnTuTu സ്കോറൊക്കെ സമ്മാനിക്കുന്നത് കൊണ്ട് 8.5 ലക്ഷത്തെ അധികം കുറച്ച് കാണണ്ട. പക്ഷേ കഴിഞ്ഞ വർഷമാണെങ്കിൽ 2023 അവസാനം വരെ ഈ ഒരു 8.5 ലക്ഷം AnTuTu സ്കോർ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മീഡിയം പെർഫോമൻസ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസിന് അനുയോജ്യമായിട്ടുള്ള
ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രോസർ തന്നെയാണ് എന്തായാലും കൊടുത്തിരിക്കുന്നത് എന്ന് വേണം പറയാം. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് മാക്സിമം 8GB റാം 256GB ഇന്റൽ സ്റ്റോറേജ് വരെ ലഭിക്കുന്നുണ്ട്. സ്റ്റോറേജ് ടൈപ്പ് ലേറ്റസ്റ്റ് UFS 3.1 റാം ടൈപ്പ് വന്നിട്ട് LPDDR4X നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റോറേജ് ടൈപ്പ് ഒരു ലേറ്റസ്റ്റ് ആണ് ഒരുവിധം UFS 3.1. പക്ഷേ റാം ടൈപ്പ് LPDDR5 റാം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 4X റാം ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ, ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാഗോ കാര്യങ്ങളൊന്നുമില്ല. നല്ല അഗ്രസീവായിട്ട് തന്നെ നമുക്ക് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു പ്രൈസിൽ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നോഡ് CE4 നമുക്ക് തരുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ ക്യാമറയുടെ പ്രത്യേകതകളാണ് പറയാനുള്ളത്. ഈ ഒരു ഫോണിനകത്ത് ബാക്ക് ക്യാമറ ആയിട്ട് 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത് സോണിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോണി LYT600 എന്ന് പറയുന്ന ഒരു സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനൊരു സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഫോൺ ആദ്യം എൻ്റെ കയ്യിൽ കിട്ടി, കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തപ്പോൾ എനിക്ക് അത്ര ഇംപ്രസ് ചെയ്തിരുന്നില്ല ഇതിൻ്റെ ക്യാമറ. എന്നാൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ OnePlus ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നു. OnePlusന്റെ ഒരു ഗുണം അതാണ്, ദോഷവും അതാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഒരുപാട് അപ്ഡേറ്റുകൾ കിട്ടും. അപ്ഡേറ്റ് കിട്ടുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരത് റെക്ടിഫൈ ചെയ്യും. ദോഷം എന്ന് പറയുന്നത് ഇല്ല, നമുക്കറിയാമല്ലോ, ലൈൻ ഇഷ്യൂ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞതും അപ്ഡേറ്റ് വഴിയാണ് വരുന്നത്. എന്ത് തന്നെയാലും ഈ ഫോണിൽ അങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു അപ്ഡേറ്റിന് ശേഷം ഇതിൻ്റെ ക്യാമറ കുറച്ച് ഇമ്പ്രൂവ് ആയി എന്ന് പിന്നീട് എടുത്ത ഫോട്ടോകൾ തെളിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മനോഹരമായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളുമാണ് നമുക്ക് ലഭിക്കുന്നത്. എസ്പെഷ്യലി ഫോട്ടോയെക്കാളും ഒരു അപ്പർ ഹാൻഡ് വീഡിയോ സൈഡിൽ ഉണ്ട് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത്. ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി വീഡിയോകളും ഫോട്ടോകളും എടുത്തു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 71ഓളം ഫോട്ടോയും 13ഓളം വീഡിയോകളും എടുത്തു. കുറച്ച് ദിവസം എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചിന് മുമ്പ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. ലോ ലൈറ്റിലുമൊക്കെ അതിമനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നതെന്ന് വേണം പറയാൻ. സെൽഫി ഫോട്ടോകളൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. സെൽഫി ഫോട്ടോയിൽ മുൻപൊക്കെ OnePlus ഫോണുകൾ കോൺട്രാസ്റ്റ് ഒരു അല്പം കുറവായിട്ട് ഞാൻ തന്നെ കുറ്റം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ല. എങ്കിലും ഇതിൻ്റെ ക്യാമറ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ചെറിയ ചില വീഴ്ചകൾ ചില പ്രത്യേക ലൈറ്റ് കണ്ടീഷനിൽ വരുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ഈ 3 ഫോട്ടോകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്രീൻ ആപ്പിൾ, ഈ പറഞ്ഞതുപോലെ ഇത് ടൊമാറ്റോ, ഇത് വന്നിട്ട് ഓറഞ്ചിൻ്റെ ഫോട്ടോ ആണ് എടുത്തത്. പക്ഷേ ഈ ഓറഞ്ച് കളറ് ഇതായിരുന്നില്ല ഞാൻ അവിടെ കണ്ട കളർ. ബാക്കി 2 കളറും കറക്റ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രീൻ ആപ്പിളിൻ്റെ കളർ കറക്റ്റ് മാച്ച് ആയിരുന്നു. ഈ ടൊമാറ്റോയുടെ കളറും പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. പക്ഷേ എന്തുകൊണ്ടോ ഈ ഓറഞ്ചിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ അത് കുറച്ചങ്ങ് വൈറ്റ് ടോൺ കയറി വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ ലൈറ്റ് ചില പർട്ടിക്കുലർ കണ്ടീഷനിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഈ ഒരു ക്യാമറ അത്ര പെർഫെക്റ്റ് അല്ല എന്ന ഒരു ചെറിയൊരു പ്രശ്നം ക്യാമറയിലുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും അത് പരിഹരിച്ചില്ല. എനിക്ക് തോന്നുന്നു വരും അപ്ഡേറ്റിൽ ഉറപ്പായിട്ടും OnePlus അത് പരിഹരിക്കും. അങ്ങനെ വളരെ നമ്മളധികം ശ്രദ്ധിക്കുക. സാധാരണ ഈ ഒരു ഫോൺ എടുത്ത് അധികം ചില ഫോട്ടോകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കുക പോലും ഇല്ല. ഞാൻ അത്രയും ഡീപ്പായിട്ട് നോക്കിക്കൊണ്ടാണ് ആ ഒരു പ്രശ്നം കണ്ടത്. എന്ത് തന്നെയായാലും ഈ ഒരു ഫോണിൽ ഒരു 100 ഫോട്ടോ എടുത്താൽ അതിൽ 95 നല്ല ഫോട്ടോകൾ തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 4K 30 FPS വീഡിയോകളാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി ഇതിനകത്ത് ഫുൾ HD 60 FPS മാത്രമുള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനകത്തും ഫ്രണ്ട് ക്യാമറയിൽ 4K കൊടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു ഫോണിനകത്ത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കുറവ് ആദ്യം തൊട്ടേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് പറയാനുള്ള സമയമായി. ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ് സൈഡിലേക്ക് വരാം. അതായത് ഈ ഒരു ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ OnePlusൽ അങ്ങനെ കാണാത്ത ബ്ലോട്ട് വേസുകൾ അതും 4 ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് കൃത്യമായിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന 4 ബ്ലോട്ട് വേസുകളാണ് അത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടി ഇല്ലായിരുന്നുവെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തുകൊണ്ടോ OnePlusന്റെ മുൻകാല ഫോണുകൾ, ഈവൻ OnePlus Nord C3 പോലും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി, അതിനകത്ത് എങ്ങും ഇത്തരത്തിൽ ബ്ലോട്ട് വേസുകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു ബ്രാൻഡായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ഫോണിനകത്ത് ഇങ്ങനെ 4 ബ്ലോട്ട് വേസ്, അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണോ എന്ന് അറിയത്തില്ല, ഇനി കൂടുതൽ കൊടുക്കാനായിട്ട് അതെനിക്കറിയില്ല. പക്ഷേ ഒരു ഗുണം അത് നമുക്ക് ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും ഈ 4 ആപ്പുകളും. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ വാങ്ങുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ 4 ആപ്പ് ഇത്തരത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പഴയ കാല OnePlusലേക്ക് വീണ്ടും തിരിച്ചെത്തും. ആ ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും. ഈ ഒരു ഫോൺ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 14 വന്നിരിക്കുന്നത്. അതുപോലെ OnePlusന്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള Oxygen OS 14 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കിട്ടും. ആൻഡ്രോയിഡ് 14 ആൻഡ്രോയിഡ് 16 വരെ കിട്ടും. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ OnePlus നൽകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിന്റിന്റെ പൊസിഷൻ കുറച്ച് താഴെ ആയിപ്പോയി. ഇനി OnePlusന്റെ Nord C3
3 എന്ന ഈ ഒരു ഫോണിൽ നിന്ന് C4ലേക്ക് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C3യിൽ സ്നാപ്ഡ്രാഗൺ 782G എന്ന് പറയുന്ന പ്രോസസർ ആയിരുന്നെങ്കിൽ ഇവിടെ പ്രോസസർ അപ്ഗ്രേഡ് ചെയ്ത് സ്നാപ്ഡ്രാഗൺ 7 Gen 3 വന്നു. C3യിൽ 5000 mAh ബാറ്ററി ആയിരുന്നെങ്കിൽ C4ലേക്ക് വന്നപ്പോൾ 5500 mAh ബാറ്ററി കപ്പാസിറ്റി നൽകി. C3യിൽ 80 വാട്ട്, C4ൽ 100 വാട്ട്. ക്യാമറ രണ്ടിലും 50-8 ആയിരുന്നെങ്കിലും ഈ പ്രൈമറി ക്യാമറയുടെ സെൻസർ സോണി IMX890യിൽ നിന്ന് ഇവിടെ സോണി LYT600ലേക്ക് ഒരു അപ്ഡേറ്റ് വന്നു. ഇവിടെ നോഡ് C3യിൽ 3 ക്യാമറകൾ ആക്ച്വലി ഉണ്ടായിരുന്നു. മൂന്നാമതൊരു 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസർ ഉണ്ടായിരുന്നു. അത് ഈ ഒരു ഫോണിൽ പാടെ ഒഴിവാക്കി. അതുപോലെ തന്നെ ഇവിടെ C3യിൽ NFC സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ C4ൽ ഫുള്ള് തെരഞ്ഞു നോക്കി, NFC സപ്പോർട്ട് കാണുന്നതേ ഇല്ല. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളാണ് നോഡ് C3യും C4ഉം തമ്മിൽ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് C4ന്റെ പ്രൈസ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യാണ്. അതായത് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഏകദേശം C3 27,000 രൂപയ്ക്ക് അടുത്ത് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ 24,999 രൂപ, 25,000 രൂപയ്ക്ക് വിൽക്കുന്ന ഫോണാണ് C3. ആ ഒരു പ്രൈസ് പോയിന്റിൽ തന്നെ ആയിരിക്കും C4ഉം വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 27,000 രൂപയ്ക്കായിരിക്കും ഒരു പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ OnePlus ലോഞ്ച് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 25-നും 27-നും ഇടയ്ക്കുള്ള ഒരു പ്രൈസ് പോയിന്റിൽ നിർത്തും. അതായിരിക്കും ഈ നോഡ് C4ന്റെ ഞാൻ പ്രതീക്ഷിക്കുന്ന വില. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ കുറവുകളാണ്. ഇതുവരെ പറഞ്ഞ പല കാര്യങ്ങളും ഇതിന്റെ നേട്ടങ്ങളാണ്. കുറവുകൾ ഒരു 3 കുറവുകൾ ഞാൻ കാണുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ പ്രൈസ് പോയിന്റിൽ ഏകദേശം 25-27 ആ റേഞ്ചിൽ വരുന്ന ഒരു ഫോണായിട്ടും ഇതിന്റെ ബാക്ക് പ്ലാസ്റ്റിക്, ഫ്രെയിം പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ബോഡിയൊക്കെ വരുന്ന ഈ പ്രൈസ് പോയിന്റിലെ ഫോണുകളുണ്ട്. ഒരു കുറവ്. രണ്ടെന്ന് പറയുന്നത് ഈ ഒരു ഫോണിനകത്ത് ഈ പറഞ്ഞതുപോലെ ബ്ലോട്ട് വേസുകൾ OnePlus നൽകി 4 ഉള്ളൂ എങ്കിലും അതൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നു. 3 പറയുന്നത് ഈ ഒരു ഫോണിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. 4 NFC സപ്പോർട്ട് ഈ ഒരു ഫോണിൽ ഉള്ളതായി കാണുന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫോണിൻ്റെ കുറവുകൾ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.